റാപ്പ് സംഗീത ഗായകൻ വേടൻ ആദ്യമായൊരു വിവാദത്തിൽ ചെന്ന് പെട്ടപ്പോൾ തന്നെ സുഭാഷിതം ചാനൽ, നമ്മുടെ ഈ ഡിജിറ്റൽ ചാനലിൽ 1-2 വീഡിയോസ് ഞങ്ങൾ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ഒന്നിച്ച് കാണുമ്പോൾ മഹാത്മാഗാന്ധിയോട് ഗുരുദേവൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ജീവിതത്തിൽ കൊണ്ടുപോകേണ്ട സന്ദേശമെന്ന് ചോദിക്കുമ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട്, നമുക്ക് വളരാം, വളരെ വലിയ തോതിൽ വളരാം, സമ്പത്തുണ്ടാക്കാം, പ്രശസ്തി ഉണ്ടാക്കാം, അധികാരം നേടാം, എല്ലാം ചെയ്യാം, ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷേ അതോടൊപ്പം കൂടെ തന്നെ കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെ സ്വഭാവം, ക്യാരക്ടർ, മനോഭാവം, ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മനോഭാവവും ക്യാരക്ടറുമാണ് നമ്മളെ വളർത്തുന്ന, നമ്മളെ നിലനിർത്തുന്നത്. അപ്പോൾ വളർച്ചയെന്ന് പറയുന്നത് നമ്മുടെ അധ്വാനമാണ്. തീർച്ചയായിട്ടും നമ്മൾ അധ്വാനിക്കുന്ന എത്രത്തോളം അർപ്പണ മനോഭാവത്തോടു കൂടി ഓരോ വിഷയത്തിലും, ഒരു കലാകാരനാവട്ടെ, എഴുത്തുകാരനാവട്ടെ, സാഹിത്യകാരനാകട്ടെ, രാഷ്ട്രീയക്കാരനാകട്ടെ, രാഷ്ട്രീയത്തിൽ കുതികാൽ വെട്ടൊക്കെ ഉണ്ട്, എന്നാൽ പോലും മറ്റൊരു ഒരു മത്സരമുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി തെളിയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എത്ര കണ്ട് അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുമോ അത്ര കണ്ട് നമ്മൾ ഉയരങ്ങളിലേക്ക് പോകും. അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു തിയറി, ഒരു കർമ്മ സിദ്ധാന്തം അങ്ങനെയാണല്ലോ. പക്ഷേ അങ്ങനെ കയറി പോകുമ്പോൾ നമ്മുടെ ക്യാരക്ടർ കൂടി, പ്രത്യേകിച്ച് മദ്യം, സ്ത്രീ, മദിരാക്ഷി, പണം, അധികാരം, സമ്പത്ത്, ഈ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു നൈതികത ഇല്ലെങ്കിൽ, നൈതികത എന്ന വാക്കേ പറയുന്നുള്ളൂ, അല്ലാതെ അതിനകത്ത് ആരുമായിട്ട് സംസാരിക്കരുതെന്നോ കാണരുതെന്നോ സ്ത്രീ പുരുഷ ബന്ധം വേണ്ട ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു നൈതികത ആവശ്യമുണ്ട്. ആ നൈതികത ഇല്ലാതെ, ഒരു നീതിബോധമില്ലാതെ പ്രവർത്തിച്ചാൽ അപകടത്തിൽ ചാടും. 2-3 അപകടത്തിൽ വേടൻ പോയി ചാടി. അതിൽ നിന്നൊക്കെ ഊരി ഗവൺമെൻറ്റുമായിട്ട് ആദ്യം തെറ്റി, പിന്നെ ഗവൺമെൻറ്റിൻ്റെ മാനസപുത്രനായി. ഗവൺമെൻറ് പരിപാടികൾ ആദ്യം വേടൻ്റെ വച്ചു, പിന്നെ അത് കളഞ്ഞു, പിന്നെ വീണ്ടും വേടൻ്റെ പരിപാടി ഗവൺമെൻറ് വച്ചു. വേടൻ്റെ പുസ്തകം, പാട്ടുകൾ കാലിക്കട്ട് സർവകലാശാലയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. അതിനെതിരെ ഗവർണർക്ക് അനുരാജിൻ്റെ പരാതി, BJP-കാരൻ്റെ പരാതി കിട്ടുന്നു ഗവർണർക്ക്. അത് അന്വേഷിക്കുന്നു. അപ്പോൾ P രവീന്ദ്രൻ, പിന്നെ കാലിക്കട്ട് സർവകലാശാലയിലെ VC P രവീന്ദ്രൻ ഒരു ഡോക്ടർ MM ബഷീറിൻ്റെ കമ്മിറ്റി വയ്ക്കുന്നു. MM ബഷീർ അത് തള്ളിക്കളയുന്നു. ഉടൻ തന്നെ അവിടുത്തെ അക്കാഡമിക് കൗൺസിലിൻ്റെ ആൾ ഇടതുപക്ഷക്കാരാണ്, അവർ പറഞ്ഞു ഇത് വയ്ക്കാൻ പറ്റും. അങ്ങനെ വലിയ തർക്കങ്ങളൊക്കെ നടന്ന് പാഠപുസ്തക തർക്കങ്ങളൊക്കെ നിൽക്കുന്നു. അത് വേറെ വിഷയം. നിന്നപ്പോഴാണ് ഇപ്പോൾ ഒരു വനിതാ ഡോക്ടർ വന്ന് പറഞ്ഞിരിക്കുന്നു, 3 വർഷമായി, 2022 മുതൽ 2025 വരെ 3 വർഷമായി അവരെ നാട്ടകത്വം മറ്റോ ഉള്ളതാണ് കോട്ടയത്തെ, അവരെ വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം കൊടുത്തുകൊണ്ട് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഹോട്ടലുകളിലൊക്കെ വിളിക്കുന്നു. ഇപ്പോൾ അവസാനം വിവാഹം നടത്താമെന്ന് സ്ട്രോങ് ആയി പറഞ്ഞപ്പോൾ വേടൻ കൈയൊഴിയുന്നു. അങ്ങനെ എന്നെ പറ്റിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ടെന്നൊരു കേസ് കൊടുത്തിരിക്കുന്നു. തൃക്കാക്കര പോലീസ് ആ കേസ് എടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പ്രശ്നമാണ്, വനിതകൾ അറിഞ്ഞിരിക്കേണ്ട പ്രശ്നമാണ്. നിങ്ങളെ ആരെങ്കിലും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചാൽ ദയവായി കല്യാണം കഴിയുന്നവരെ നിങ്ങൾ ശരീരം പങ്കുവെക്കരുത്. നിങ്ങൾ ശരീരം പങ്കുവച്ചാൽ, ഇയാൾ നിങ്ങളെ പറ്റിച്ചാൽ, ഏതാളായാലും, അത് വേടനായാലും മറ്റൊരു പുരുഷനായാലും പറ്റിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ജീവിതമില്ല, വലിയ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കണ്ണേ കരളെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അടുത്ത് വരുമ്പോൾ, ശരി നമുക്ക് സ്നേഹിക്കാം, പ്രണയിക്കാം, എത്ര വർഷം വേണോ നമുക്ക് പ്രണയിക്കാം, കല്യാണം കഴിഞ്ഞിട്ട് മതി നമുക്ക് ബാക്കി ശാരീരിക ബന്ധമെന്ന് നിങ്ങൾ പറയണം. എനിക്കറിയാവുന്നില്ല, ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ മറ്റൊരു വിഭാഗത്തിൽ പഠിച്ച, മലയാള വിഭാഗത്തിൽ പഠിച്ചിട്ടുള്ള, ഇന്നത്തെ അറിയപ്പെടുന്നൊരു സാഹിത്യകാരൻ, ഞാൻ പേര് പറയുന്നില്ല, സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിരുന്നൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. പക്ഷേ അവർ ഒരു ലോഡ്ജിലും പോയിട്ടില്ല, ഒരു ഹോട്ടലിലും പോയി കിടന്നിട്ടില്ല, കന്യാകുമാരിയിലും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. അവർ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഭാര്യാഭർത്തൃ ജീവിതം ആരംഭിച്ചത്. അതുവരെ നല്ല സുഹൃത്തുക്കളായിരുന്നു, ചായ കുടിക്കാനും കാപ്പി കുടിക്കാനൊക്കെ പോകും, ശാരീരിക ബന്ധമില്ലായിരുന്നു എന്നാണ് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എനിക്ക് വേറെ ആധികാരികതയൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊക്കെയുള്ള പ്രണയമാണ് യഥാർത്ഥ പ്രണയം. വിവാഹത്തിന് ശേഷമാണ് ശാരീരിക ബന്ധം ആവേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാലോ ഒരുപാട് ആളുകൾ വിവാഹം കഴിപ്പിക്കാമെന്ന്, അല്ലാതുള്ള ശാരീരിക ബന്ധം വേറെ, അത് ഇഷ്ടപ്പെട്ട ഉഭയകക്ഷി സമ്മതപ്രകാരം 18 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒക്കെയുള്ള ശാരീരിക ബന്ധങ്ങൾ വേറെ. അത് സുപ്രീം കോടതിയൊക്കെ വളരെ കൃത്യമായി അംഗീകരിച്ചിട്ടുണ്ട്, ഹൈക്കോടതികളൊക്കെ. ഇത് വിഷയം അതല്ല. ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് വഞ്ചിച്ച് വാക്ക് കൊടുത്ത് വഞ്ചിച്ചതിന് ശേഷം പിന്നെ തൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുത്തുകയും ഒരു 10 ദിവസം 15 ദിവസം കഴിഞ്ഞ് അതിലൊരു മടുപ്പ് തോന്നുകയോ, ഒരു വാശി തോന്നുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരാളിനെ കാണുകയോ, ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പെൺകുട്ടി ഉപേക്ഷിച്ചാൽ, ഇന്നിപ്പോൾ സുപ്രീം കോടതി നിയമം അനുസരിച്ചൊരു പ്രശ്നമുണ്ട്, ഹൈക്കോടതികളുടെ നിയമം അനുസരിച്ച്. എന്താ പ്രശ്നം? ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇവർ പ്രണയിച്ചതെങ്കിൽ, ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇവർ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെട്ടതെങ്കിൽ, ഒരു ചതിയുടെ ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ ഇത് ബലാത്സംഗത്തിന് കേസെടുക്കാൻ പറ്റില്ല. ഇതാണ് കോടതിയുടെ വാദം. കാരണം ഈ ഉള്ളവരെല്ലാം, പെൺകുട്ടികളെല്ലാം പോയി കല്യാണം കഴിച്ചു ആരെ കൂടെയെങ്കിലുമൊക്കെ പോയി ഉള്ള സ്ഥലത്തെല്ലാം കറങ്ങി നടന്നിട്ട് അവസാനം വന്ന് അവൻ പറ്റിച്ചെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കേസ്, ലക്ഷക്കണക്കിന് കേസാണ് രാജ്യത്ത് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളോടുള്ള ഒരു മര്യാദ എന്നുള്ള നിലയിൽ കോടതി പറഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ പോയി പറ്റിക്കപ്പെടരുത്. നിങ്ങളെ ആദ്യം വിളിക്കുമ്പോൾ തന്നെ നിങ്ങളെ ട്രാപ്പ് ചെയ്ത്, നിങ്ങളെ ചതിച്ച്, ഇൻറ്റൻഷൻ ഉണ്ടെന്നുള്ള മോട്ടിവേഷനോട് കൂടി നിങ്ങളെ പറ്റിച്ച് ട്രാപ്പ് ചെയ്ത് നിങ്ങളെ ശാരീരികമായി ഉപയോഗിച്ചാൽ അത് ബലാത്സംഗമായിട്ട് പറയാം. അല്ലാതെ
നിങ്ങളെ കണ്ടു കണ്ണേകരളെ സ്നേഹമൊക്കെ വിളിച്ച് മുത്തേ ചക്കരയെന്നൊക്കെ വിളിച്ച് നിങ്ങളെ കൊണ്ടുപോയി നിങ്ങളുമായിട്ട് ഇഷ്ടമായി എവിടെയെങ്കിലും പോയി ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ശരീരബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം കുറേ ദിവസം ഹോട്ടലുകളെല്ലാം കറങ്ങി നടന്ന് നല്ല മസാല ദോശയും ചായയും ഐസ്ക്രീം എല്ലാം പരസ്പരം കുടിച്ച് കറങ്ങി അടിച്ച് കളഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ ഒന്ന് കല്യാണം കഴിക്കില്ല എന്ന് പറയുമ്പോൾ അയ്യോ യവൻ എന്നെ ചതിച്ചേ വഞ്ചിച്ചേ 10 പ്രാവശ്യം ബലാത്സംഗം ചെയ്തേ എന്ന് പറഞ്ഞാൽ അത് കേസെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ഞാൻ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞതല്ല, ഞാൻ വേടൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നു. അതുകൊണ്ട് പെൺകുട്ടികളും ആദ്യം അറിഞ്ഞിരിക്കുക, പ്രേമിക്കുകയാണെങ്കിൽ അന്തസ്സായി പ്രേമിക്കുക, ഒരു ജെൻറ്റിൽ വുമൺഷിപ്പിൽ പ്രണയിക്കുക. ശാരീരിക ബന്ധം പിന്നെ ആകാം, നമുക്കുള്ളതന്നല്ലോ, എന്നായാലും നമുക്ക് കിട്ടുമല്ലോ, അത് അങ്ങനെ ആലോചിക്കുക. രണ്ടാമത് വേടനോടുള്ള ഉപദേശം, ഉപദേശമല്ല ഒരു നിർദ്ദേശം. ആദ്യ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, വേടൻ നിങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടുത്തെ ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടുന്നവരെ വിമർശിച്ചുകൊണ്ടാണ് താങ്കൾ രംഗത്ത് വരുന്നത്. ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെ താങ്കൾ എടുത്തുകൊണ്ട് താങ്കൾ ഇപ്പോഴത്തെ സാഹചര്യവുമായി ഒരുപാട് മുന്നോട്ട് പോയി, അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും അയ്യാഗുരുവും തെക്കാട് അയ്യാഗുരുവും വൈകുണ്ഠസ്വാമിയൊക്കെ വെട്ടിത്തെളിച്ച, വേലായുധ പണിക്കരൊക്കെ വെട്ടിത്തെളിച്ച വലിയ പാതയിലൂടെ ഒരുപാട് മുന്നോട്ട് പോയൊരു സമൂഹത്തിൽ നിന്നിട്ട് പഴയ 200 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ താങ്കൾ പൊയ്കേൽ അപ്പച്ചൻ പറഞ്ഞ പാട്ടുമൊക്കെ പറഞ്ഞ് താങ്കൾ പറയുന്നുണ്ട്. അത് താങ്കളുടെ ഒരു അവകാശമായിക്കോട്ടെ, താങ്കൾ എന്ത് പാടണമെന്ന് താങ്കൾ തീരുമാനിക്കുമെന്ന് താങ്കൾ പറഞ്ഞു, തീർച്ചയായും. പക്ഷേ ഇവിടുത്തെ വിഷയങ്ങളിൽ ഒരു സമൂഹം ഇങ്ങനെ നമ്മളെ വല്ലാതെ ഉറ്റുനോക്കുമ്പോൾ നമുക്ക് വലിയ സപ്പോർട്ട് ഒരു സമൂഹം തരികയും കുറേ എതിർപ്പുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവം വളരെ കൃത്യമായി സൂക്ഷിച്ചു കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഫേമസ് ആകാതിരിക്കണം. ഫേമസ് ആയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ സഞ്ചാരം, നിങ്ങളുടെ സ്റ്റേ എല്ലാം നിങ്ങളുടെ അല്ല വേട ആരുടേതായാലും നോക്കും. മന്ത്രിമാരും MLA-മാരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരുമൊക്കെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സമൂഹം വീക്ഷിക്കും. നിങ്ങളുടെ പ്രവൃത്തിയും സമൂഹം വീക്ഷിക്കുന്നു. ഇപ്പോഴിതാ ഒരു കേസ് വന്നിരിക്കുന്നു. താങ്കൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ താങ്കളുടെ ഈ കേസിൽ നിന്ന് ഊരണം. അത് കേസിൻ്റെ മെറിറ്റിൻ്റെ പോട്ടെ, താങ്കൾ ഇനിയും ശ്രദ്ധിക്കണം. താങ്കൾക്ക് ഒരുപാട് ആരാധകരുണ്ടാവും. അവരെ താങ്കൾക്ക് ചിലപ്പോൾ ശാരീരിക ബന്ധത്തിനോ ഒരു ദിവസം ഹോട്ടലിൽ കഴിയാനോ 2 ദിവസം ഒക്കെ വിളിക്കും. അതെല്ലാം താങ്കളായിക്കോളൂ. താങ്കളുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. പക്ഷേ ആരെയും പറ്റിക്കരുത്, വഞ്ചിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് കേസ് തന്നെയോടായിരിക്കും. കേസ് മാത്രമായിരിക്കും പിന്നെ ഉണ്ടാവുക.